ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു കുക്കർ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കഴുകി വെച്ച ചിക്കൻ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വീട്ടിലുണ്ടാക്കിയ മസാലപ്പൊടി, പിന്നെ കേട്, ഉപ്പ് എന്നിവ പുരട്ടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കും. സാധാരണ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന സ്പൈസസ് ഒക്കെ പൊടിച്ചിട്ടാണ് ഞാനിവിടെ മസാല റെഡിയാക്കിയിരിക്കുന്നത്. ഇതിനായി 3 സവാള എടുത്ത് കുരുകുരുനെ നന്നായിട്ട് അരിഞ്ഞു വയ്ക്കാം. ഇത്രയും സവാളയുടെ ആവശ്യമുള്ളൂ, കാരണം നമ്മൾ ഈ സവാളയൊന്നും റോസ്റ്റ് ചെയ്ത് വെക്കുന്നൊന്നുമില്ല. ഇത് ചിക്കൻ വഴറ്റാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സവാള മാത്രമേ എടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ കുറച്ച് സവാള അരിഞ്ഞ് വെക്കാം, അതിലേക്ക് കുരുകുനെ അരിഞ്ഞിട്ട് അതിലെ ഒന്ന് വറുത്തെടുക്കാം എണ്ണയിൽ. നമുക്കത് ചിക്കൻ ബിരിയാണി ഉണ്ടായി കഴിയുമ്പോൾ അതിന് മേളിലത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അടുത്തതായി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. ഇത് ചിക്കന് വഴറ്റാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള മാത്രം എടുത്താൽ മതി. നെക്സ്റ്റ് 2 തക്കാളി കൂടി എടുക്കുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് വെക്കാം. അതിനുശേഷം ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട്, അത് കുരുകുനെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ബിരിയാണി ഉണ്ടാക്കാനുള്ള കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം, അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയതും നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് അതിനകത്തോട്ട് ആഡ് ചെയ്താൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ നന്നായിട്ട് വഴറ്റി വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി കഷ്ണങ്ങളും കൂടി ഇടാം. എല്ലാം ഒന്ന് നന്നായി വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ കഷ്ണങ്ങളിടാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് കൂടെ തന്നെ നേരത്തെ പൊടിച്ച് വെച്ച ബിരിയാണിയുടെ മസാല അതും കൂടി ഒരു 1/2 സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ചിക്കനിൽ നല്ലപോലെ വെള്ളം ഉണ്ടാകും. എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മളത് അടച്ചു വെച്ച് ഒരു 2 വിസിലോളം വേവിച്ചെടുക്കാം. അടുത്തതായി 2 കപ്പ് ബിരിയാണി റൈസാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി ഊറ്റി വയ്ക്കാം. 2 വിസിലിന് ശേഷം കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കുക്കർ 2 വിസിൽ വന്ന ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കൂടെ തന്നെ ചിക്കനിൽ വെള്ളവും ഉണ്ട്, അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ശരിക്കും ഒഴിക്കേണ്ടത്. പക്ഷേ കുക്കറിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് താഴെയാണ് ഒഴിക്കുന്നത്. അതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് കഷ്ണങ്ങളും ഒരു പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ലെമൺ ജ്യൂസും നെയ്യും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും കൂടി നോക്കിയ ശേഷം നമ്മൾ അടച്ചു വയ്ക്കാം. കുക്കറിൽ കറക്റ്റ് 1 വിസിൽ വരുമ്പോഴേക്കും തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. എയറൊക്കെ പോയ ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. കറക്റ്റ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു തരി പോലും വെള്ളമില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ചോറൊന്നും വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് സാലഡും അച്ചാറുമായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ആർക്കും എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന ഈ കുക്കർ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.